നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഠിനംകുളം ആദര കൊലപാതക കേസിൽ പ്രതി ജോൺസൺ പിടിയിലായതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രദേശവാസികളെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ആതിരയുടെ മരണം. അത്രയ്ക്ക് സൗമ്യ സ്വഭാവമുള്ള ഒരു യുവതിയായിരുന്നു ആതിര എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്തെന്ന് അറിയാതെ നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇൻസ്റ്റാഗ്രാം സൗഹൃദവും അടുപ്പവും ബ്ലാക്ക്മെയിലിംഗും ആതിരയുടെ ജീവനെടുക്കുന്നതിലേക്ക് വഴിമാറിയെന്ന് നാട്ടുകാർ അറിയുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് ആതിരയുടെ ഭർത്താവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് പേര് പറഞ്ഞില്ലെങ്കിലും 35 വയസ്സുകാരനായ കൊല്ലം സ്വദേശിയെക്കുറിച്ച് ആതിര വിശദീകരിച്ചിരുന്നു. ഇത്തരത്തിലൊരു സൗഹൃദമുണ്ടെന്ന് വിശദമായി തന്നെ തുറന്നു പറഞ്ഞതായാണ് ഭർത്താവ് പറയുന്നത്. ജോൺസണും ആതിരയും റീലുകൾ ചെയ്യാനായി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. ഈ ഗ്രൂപ്പിൽ മറ്റൊരു യുവതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതറിഞ്ഞപ്പോൾ തന്നെ ആതിരയെ രാജീവ് വിലക്കി. ഇത് ഉപയോഗിക്കരുത്, ഇത് അനാവശ്യമായ ഒരു സംഭവമാണ് എന്നതടക്കം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന 3ാമത്തെ യുവതി ലെഫ്റ്റായി പോകുന്നു. പിന്നാലെയാണ് ഇരുവരുടെയും സൗഹൃദം കൂടുതൽ മുന്നോട്ട് പോയത്. ഇത് അറിഞ്ഞപ്പോൾ ഭർത്താവ് വീണ്ടും ആതിരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് നല്ല പോക്കല്ല, ഇത് ഇനിയും തുടരരുത് എന്നെല്ലാം വിലക്കി. പിന്നാലെയാണ് ജോൺസൺ ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് ഇയാൾക്കൊപ്പം ചെല്ലാൻ ആതിരയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ആതിര ജോൺസനെ ഇൻസ്റ്റാഗ്രാമിലും ഫോണിലും അടക്കം ബ്ലോക്ക് ചെയ്തത്. ഈ ബ്ലോക്ക് ചെയ്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജോൺസൺ മതിൽ ചാടിക്കടന്ന് ആതിരയുടെ മുറിയിൽ കയറി കൊലപാതകം ചെയ്തത്. ഫിസിയോതെറാപ്പിസ്റ്റായ ജോൺസനെ സ്വന്തം നാടായ കൊല്ലത്ത് അറിയപ്പെടുന്നത് കള്ളൻ രാജു എന്നാണ്. ഇയാൾക്ക് 5-ലധികം സിമ്മുകൾ ഉണ്ടായിരുന്നതായും ഭർത്താവ് പറയുന്നുണ്ട്. പ്രതി പിടിയിലായിട്ടും ദുരൂഹതകൾ മാത്രമാണ് ബാക്കിയാവുന്നത്. കോട്ടയം ചിങ്ങവരത്ത് നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എലിവിഷമായിരുന്നു പ്രതി കഴിച്ചതെന്ന് ആശുപത്രിയിലെ പരിശോധനയിൽ വ്യക്തമായി. ജോൺസൺ മുമ്പ് ജോലി ചെയ്തിരുന്ന ഹോം സ്റ്റേയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇവിടെയുള്ള സാധനങ്ങൾ എടുക്കാൻ എത്തിയതായിരുന്നു പ്രതി. പോലീസ് പിടിച്ചതിനു ശേഷമാണ് പ്രതി താൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. തുടർന്ന് പോലീസ് പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ച ശേഷം അബോധാവസ്ഥയിലായ പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായപ്പോഴായിരുന്നു ജോൺസന്റെ എലിവിഷം കഴിക്കൽ. ആതിരയെ ഭീഷണിപ്പെടുത്താൻ പലവിധ തന്ത്രങ്ങൾ ജോൺസൺ എടുത്തതായാണ് സൂചന. എങ്ങനെയും ആതിരയെ വഴുതിയിലാക്കാൻ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ഗൂഢാലോചന. മറ്റൊരാൾക്ക് കൂടി ഈ സംഭവത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യത പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ജോൺസൺ വിഷം കഴിച്ചതോടെ ഇനി പ്രതി ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് അന്വേഷണത്തിലും നിർണായകമാകും. ആതിര ഇൻസ്റ്റാഗ്രാം റീൽസുകളുടെ ആരാധികയായിരുന്നു. റീൽസുകൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പതിവായിരുന്നു. ഈ റീൽസുകൾക്ക് താഴെ വന്ന കമന്റുകളിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയുമാണ് ആതിര വിവാഹമോചിതനായ യുവാവുമായി സൗഹൃദത്തിലാവുന്നത്. സൗഹൃദം പിന്നീട് അടുപ്പമായി, പിന്നീട് അത് പ്രണയമായി. ആതിരയെ കാണാൻ സുഹൃത്ത് വീട്ടിലും എത്തിത്തുടങ്ങി. 7 മാസം മുമ്പ് പ്രശ്നങ്ങൾക്ക് തുടക്കമായി. അപ്പോൾ തന്നെ ഭർത്താവിനെ എല്ലാം ആതിര അറിയിച്ചു. ഇതിനിടെ ആതിരയെ ഭാര്യയാക്കാൻ ജോൺസൺ കള്ളക്കളികൾ തുടങ്ങി. എല്ലാം ഭർത്താവിനോട് പറയുമെന്ന് ഭയപ്പെടുത്തി. ആതിരയെ ഭയപ്പെടുത്താനായി ഇതിനുള്ള പല തന്ത്രങ്ങളും ജോൺസൺ നടത്തി. ഇതിനായി രാജീവിനെ വിളിച്ചിരുന്നു. രാജീവിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും. ഫോൺ എടുത്താൽ പിന്നെ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഹോൾഡ് ചെയ്യും. ഒരേ നമ്പറിൽ നിന്നുള്ള വിളി സ്ഥിരമായതോടെ രാജീവിനും ദുരൂഹത തോന്നി. ആരാണെന്നും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാനായി ദീർഘനേരം ഫോണിൽ രാജീവ് ഹലോ ഹലോ എന്ന് പറഞ്ഞു കാത്തുകൊണ്ടേയിരുന്നു. ചില കോളുകൾ 5 മിനിറ്റ് വരെ പോയിട്ടുണ്ട് എന്നാണ് രാജീവ് നൽകുന്ന സൂചന. ഇങ്ങനെ പലതും രാജീവ് പറഞ്ഞിട്ടുണ്ട്. രാജീവുമായി താൻ 5 മിനിറ്റ് എല്ലാം സംസാരിച്ചെന്നും എല്ലാം പറഞ്ഞെന്നും ആതിരയെ ഭയപ്പെടുത്താൻ മൊബൈലിലെ കോൾ ലിസ്റ്റ് ഉപയോഗിക്കാനുള്ള തന്ത്രമാണിതെന്നാണ് വിലയിരുത്തൽ. അതേസമയം ആതിരയുടെ ഭർത്താവ് രാജേഷ് പൂജാരിയായ അമ്പലത്തിന് തൊട്ടടുത്താണ് കൊല നടന്ന വീട്. ഈ വീട്ടിലേക്ക് പട്ടാപ്പകൽ ഒരാൾ വന്ന് കയറിയതൊന്നും ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ആതിരയുടെ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ അറിയിച്ചെന്നും ഭർത്താവാണ്. ഈ സാഹചര്യത്തിൽ രാജനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ജോൺസനെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.